Yes, Srinashmi, good afternoon. Nidumol, good afternoon. Binsi, good afternoon. Harsha, good afternoon. Shakila, good afternoon. Ansia, good afternoon. Okay, let us start. Yes. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാസീവ് വോയിസിനെ കുറിച്ചായിരുന്നു. പാസീവ് വോയിസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി നമുക്ക് വേറെ സംഗതിയിലോട്ട് നമുക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പ് എന്താണുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ബിൻസി. Binsi Jason. Sir. Yes, how are you, Binsi? Good, sir. Very good, very good, very good. Yes. Apo, are you married? Yes, sir, married. Yes. അപ്പൊ ചോദ്യം, ഞാനൊരു സിറ്റുവേഷൻ പറയുന്നു. രാവിലെ ഭർത്താവ് ജോലിക്ക് പോകുന്നു. Okay. അപ്പൊ ജോലിക്ക് പോകുന്ന സമയത്ത് പുള്ളി പറയുന്നു, ഭർത്താവ് പറയുന്നു, ഞാൻ വൈകുന്നേരം 5 മണിക്ക് വരാം. ഞാൻ വൈകിട്ട് 5 മണിക്ക് വരാം. അതായത് വരുന്നത് 7 മണിക്കാണ്. അപ്പൊ അന്ന് പറഞ്ഞിട്ട് പോയി 5 മണിക്ക് വരാം. യെസ്, അത് പുള്ളി പോയി. ഭർത്താവ് പോയി കഴിഞ്ഞതിന് ശേഷം ബിൻസി വീടിന്റെ അകത്തേക്ക് ചെല്ലുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അത് മക്കളോട് പറയുക, അച്ഛൻ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, എങ്ങനെ പറയും? Papa told he will come at 5 o'clock. ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എങ്ങനെ സാർ? ചെറിയൊരു മിസ്റ്റേക്ക്, ഒരു വേർഡ് തെറ്റിക്കണപ്പെട്ടു. ബാക്കിയൊക്കെ കറക്റ്റാണ്. ഒരു വാക്ക് ചെറുതായിട്ട് ഒരു മിസ്റ്റേക്ക്. അത് എവിടെയാണ് ഞാൻ പറഞ്ഞില്ല, സ്വന്തമായിട്ട് നോക്കാൻ പറ്റുന്നത്. Papa told me he will arrive at 5 o'clock. He will arrive at 5 o'clock. Mistake. He will be. അപ്പൊ കൂടുതൽ തെറ്റി. ആലോചിച്ചു. യെസ്, ഓക്കെ. ഞാൻ പറയാം. നീതുമോൾ. ഹലോ. നീതുമോളാണ് എങ്ങനെ പറയുന്നത്? അഞ്ചു മണിക്ക് വരാമെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? Father told him he will came at 5 o'clock. He will came at, അല്ലേ? അപ്പോൾ അതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. He will come. He will come at 5 o'clock, അല്ലേ? പറഞ്ഞത്. യെസ്, ഓക്കെ. ഇതുമ്പോൾ നോ പ്രോബ്ലം. അർച്ചന അച്ചു. യെസ്. അപ്പൊ ഈ ഒരു സംഗതിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അതായത് ഒരാള് നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ വേറൊരാളോട് പറയും. അങ്ങനെ പറയുന്ന പേരാണ് റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയും. ഒരു സ്ഥലത്ത് നമ്മൾ കേട്ടു, ആ കേട്ട കാര്യം നമ്മൾ
വേറൊരാളോട് പറയും. അത് രണ്ട് രീതികളിൽ പറയും. ഈ ഞാൻ ഒരു കാര്യം ബിൻസിയോട് പറഞ്ഞു, ബിൻസി അത് കേട്ടല്ലോ. ബിൻസിക്ക് വേണമെങ്കിൽ അത് വീട്ടിൽ ചെന്നിട്ട് മറ്റുള്ളവരോട് പറയും. ഞാൻ പറഞ്ഞത് ബിൻസിയോടാണ്, അത് കേട്ടത് ബിൻസിക്ക് എന്ന് വേറെ ആളോട് പറയും. ഇനി വേറൊരു രീതിയുണ്ട്. ഞാൻ ബിൻസിയോട് പറഞ്ഞു, ഞാൻ ബിൻസിയോട് പറഞ്ഞത് കേട്ടത് ഷക്കീലയാണ്. ഞാൻ പറഞ്ഞത് ബിൻസിയോടാണ്, പക്ഷെ ബിൻസിയോട് പറഞ്ഞ ഷക്കീലയും കേട്ടിട്ടുണ്ട്. ഷക്കീലൊക്കെ അത് എന്നിട്ട് വേറെ ആളോട് പറയും. അങ്ങനെയും സംഭവിക്കും. രണ്ട് രീതിയിലും റിപ്പോർട്ട് ചെയ്യും. യെസ്. അപ്പൊ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാദർ ടോൾഡ് മീ ദാറ്റ് ഹി വിൽ അല്ല വേണ്ടത്, ഹി വുഡ് ആണ് ശരി. ആ ടോൾഡ് വന്നുകൊണ്ടാണ് ഇവിടെ വുഡ് ആയത്. ടോൾഡ് വരുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇപ്പോഴത്തെ എന്ത് വരും? വുഡ് കരുത്. ഹി വുഡ് കം അറ്റ് 5 o'clock. ഇതാണ് കറക്റ്റ്. യെസ്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ നോക്കാം. ഇത് നമുക്ക് നോക്കുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു വാചകം എഴുതുകയാണ്. ആ വാചകം ഇതാണ്: ഷീ സെഡ്. അത് കഴിഞ്ഞ് ഇൻവേർട്ടഡ് കോമയിൽ ഇടുന്നു ഐ ലവ് ഇന്ത്യ. ഒരു വാചകം എഴുതും. ഐ ലവ് ഇന്ത്യ എന്നുള്ളത് ഞാൻ ഇൻവേർട്ടഡ് കോമയുടെ അകത്തിട്ടെ. ഐ ലവ് ഇന്ത്യ. നിങ്ങൾ ഈ നാടകം പോലെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടു കാണും, ഓരോ കഥാപാത്രത്തിന്റെ പേര് ഇടതുവശത്ത് കൊടുക്കും. എന്നിട്ട് അതിന്റെ നേരെ ആ കഥാപാത്രം പറയുന്ന ഡയലോഗ് എഴുതിയിട്ടുണ്ട്. ഇൻസ്പെക്ടർ, നീ എവിടെ പോകുന്നു? അപ്പോ യാത്രക്കാരൻ രണ്ടു കുത്തിട്ടുണ്ട്, ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നു. അങ്ങനെ ആ രീതിയിൽ എഴുതുന്നതാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അതാണ് ഈ കൊടുത്തേക്കുന്നത്. അവൾ പറഞ്ഞു, ഒരു പെൺകുട്ടി പറയാണ്, ഐ ലവ് ഇന്ത്യ. ഞാൻ എന്ത് സ്നേഹിക്കുന്നു? ഇന്ത്യയെ സ്നേഹിക്കുന്നു. യെസ്. ഇത് പറഞ്ഞത് ശ്രീലക്ഷ്മിയോടാണെന്ന് വിചാരിക്കും. അവൾ എന്ന് പറഞ്ഞൊരാള് പറയുകയാണ് ശ്രീലക്ഷ്മിയോട്, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നുവെന്ന്. ശ്രീലക്ഷ്മി ഇത് വേറൊരാളോട് പറയുമ്പോൾ എങ്ങനെ പറയും? അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ശ്രീലക്ഷ്മി പറയുമ്പോൾ എങ്ങനെ പറയും? യെസ്. ശ്രീലക്ഷ്മി വീട്ടിൽ ചെന്നിട്ട് ശ്രീലക്ഷ്മി ഇത് പറയണം. അവൾ പറഞ്ഞു, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു വേറൊരാളോട് പറയുമ്പോൾ എന്ത് പറയും? യെസ്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, എന്നാലും ഒരു 90% കറക്റ്റ് ആണ്. യെസ്. ഓക്കെ. അപ്പൊ നമുക്കത് നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൾ പറഞ്ഞു, ഐ ലവ് ഇന്ത്യ, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അത് പറഞ്ഞത് ശ്രീലക്ഷ്മിയോടാണ്. ശ്രീലക്ഷ്മി വീട്ടിൽ ചെന്ന് പറയുന്നു, അവൾ പറഞ്ഞു അവൾ ഇന്ത്യയെ സ്നേഹിക്കുന്നുവെന്ന്. ശ്രീലക്ഷ്മി വീട്ടിൽ ചെന്നിട്ട് പറയുന്നത്, അവൾ പറഞ്ഞു ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സ്നേഹിക്കുന്നത് ശ്രീലക്ഷ്മിയായി പോവില്ലേ? അങ്ങനെ പറയാൻ പാടില്ല. അവൾ പറഞ്ഞു അവൾ ഇന്ത്യയെ സ്നേഹിക്കുന്നുവെന്ന് ഇങ്ങനെ പറയണം. യെസ്. ഇനി നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കാം. ഈ റിപ്പോർട്ടഡ് സ്പീച്ചിൽ രണ്ട് വെർബ് കാണാൻ പറ്റും. ഒന്ന് ഇൻവേർട്ടഡ് കോമയുടെ അകത്ത് കാണുന്ന വെർബ്, പിന്നെ ഒന്ന് ഇൻവേർട്ടഡ് കോമയുടെ പുറത്ത് കാണുന്ന വെർബ്. അപ്പോ ഇൻവേർട്ടഡ് കോമയുടെ പുറത്ത് കാണുന്ന വെർബിനെ ഒരു പേര് പറയും. അതിന് പറയുന്ന പേരാണ് റിപ്പോർട്ടിംഗ് വെർബ്. വെർബ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? സെഡ് എന്നുള്ളതാണ്. സെഡ്, SAID, സെഡ് റിപ്പോർട്ടിംഗ് വെർബ്. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേ എന്നുള്ള പ്രസന്റ് ടെൻസിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സെഡ്, പാസ്റ്റ് ടെൻസ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എങ്ങനെയാണ് റിപ്പോർട്ട് സ്പീച്ച് തയ്യാറാക്കേണ്ടത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിന് പകരം പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അത് വേറെ രീതിയാണ്. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ
എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് തയ്യാറാക്കേണ്ടത്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിനകത്ത് ഇൻവെർട്ടഡ് കോമയുടെ അകത്തൊരു വെർബ് ഉണ്ടാവും, പുറത്തൊരു വെർബ് ഉണ്ടാവും. പുറത്തുള്ള വെർബിനെ പറയുന്ന പേരാണ് റിപ്പോർട്ടിംഗ് വെർബ്. പിന്നെ അകത്ത് ലവ് എന്ന് പറയുന്ന വേറൊരു വെർബും കിടപ്പുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം ശ്രദ്ധിക്കുക. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം അത് നമ്മൾ പഠിച്ചിട്ടുള്ള ആ 12 ടെൻസിന്റെ ഫോമില് ഏതായിട്ട് വരും എന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? ഐ ലവ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ആ 12 ടെൻസിന്റെ ഫോമില് ഏതായിട്ട് വരും എന്ന് പറയാൻ പറ്റും? യെസ്, ശ്രീലക്ഷ്മി. സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ നമുക്ക് ഓർമ്മയുണ്ട്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്രസന്റൻസ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ ഓക്കെ ഹർഷ, കറക്റ്റ് ആണ്. ഐ സബ്ജക്റ്റ് ആണ്, ലവ് എന്നുള്ളത് എന്താണ്? പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ്. അങ്ങനെ ഇൻവെർട്ടഡ് കോമയിൽ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്. അതാണ് എന്റെ നിയമം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ എങ്ങോട്ട് മാറ്റിയത്? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്. അപ്പൊ നമ്മളൊന്ന് ഓർത്തിരിക്കണം സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ എന്താണെന്ന്. അതെന്താണ്? സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. യെസ്. അപ്പൊ നമ്മൾ ഈ 12 സ്ട്രക്ചർ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ പാസീവ് വോയിസിൽ നമ്മൾ പറഞ്ഞു ഇന്നതാണെങ്കിൽ അത് ഇങ്ങനെ മാറ്റണം, ഇന്ന ടെൻസ് ആണെങ്കിൽ ഇങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെയുള്ള നിയമം ഇതിനകത്ത് കിടപ്പുണ്ട്, റിപ്പോർട്ട് സ്പീച്ചിൽ കിടപ്പുണ്ട്. അപ്പൊ പണ്ട് നമ്മളിതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ടീച്ചർ ഇവിടെ ഈസ് വരുമ്പോൾ വാസി എടുത്തതിൽ അവിടെ ക്യാൻ വരുമ്പോൾ ഫുഡ് അത് പറയും. എന്തുകൊണ്ട് അങ്ങനെ എന്നാണ് നമ്മളിപ്പോ ഇവിടെ നോക്കുന്നത്. യെസ്, അതിന്റെ മെയിൻ കാരണം ഇതാണ്. ഓരോന്ന് നമുക്ക് അപഗ്രഥിച്ച് പോകാം. ഇപ്പൊ ഞാൻ പറയുന്ന കാരണം ഇതാണ്. ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ്, അതിന് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറി. ഓക്കെ, ഇനി അത് ഒന്ന് മനസ്സിൽ ഫീൽ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വീണ്ടും സെന്റൻസിലേക്ക് മടങ്ങി വരാം. ഷീ സെറ്റ്, അവൾ പറഞ്ഞു. ഐ ലവ് ഇന്ത്യ. ഈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അവൾ തന്നെയല്ലേ? അവൾ പറഞ്ഞു അല്ലേ? അവൾ തന്നെയല്ലേ? കാരണം നോക്കിയേ, അവൾ പറഞ്ഞു ഞാൻ ഇന്ത്യ സ്നേഹിക്കുന്നു എന്ന്. ഞാൻ എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞ ഡയലോഗ് അല്ലേ? പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഷീ തന്നെയാണ്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഐ എന്നുള്ള വാചകം ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് സ്പീച്ച് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? ഒന്നില്ലെങ്കിൽ ഷീ ആവും, അല്ലെങ്കിൽ ഹീ ആവും. ഐ എന്തായിട്ട് മാറും? ഹീ അല്ലെങ്കിൽ ഷീ ആയിട്ട് മാറും. ഐ എന്നാണ്. അത് ഓർമ്മയിലിട്ടിട്ട് ഒരു കാര്യം. യെസ്. ഇനി നമുക്ക് വേറൊരു കാര്യം പറയാം. അവൾ പറഞ്ഞു. അപ്പൊ അവൾ എന്നുള്ളത് ഞാൻ രമണി എന്ന് വിചാരിക്കണം. ആ രമണി അനൂഷയെ നോക്കിക്കൊണ്ട് പറയണേ യു ലവ് ഇന്ത്യ. നീ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അത് ആരോടാ പറയണേ? അനൂഷയോട് നോക്കിക്കൊണ്ടാ പറയണേ നീ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അപ്പൊ ഇന്ത്യയെ സ്നേഹിക്കുന്നത് ആരാണ്? അനൂഷയാണല്ലോ. യെസ്. അനൂഷ അതിന് വീട്ടിൽ ചെന്ന് പറയുമ്പോൾ എന്ന് പറയും രമണി പറഞ്ഞു ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അങ്ങനെ പറയണ്ടേ? ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നത് അങ്ങനെ പറഞ്ഞാലല്ലേ കറക്റ്റ് ആവുള്ളൂ. അല്ലാതെ വീട്ടിൽ ചെന്നിട്ട് രമണി പറഞ്ഞു നീ ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്ന് അനീതിനോട് പറഞ്ഞാൽ അനീതി ആവില്ലേ ഇന്ത്യയെ സ്നേഹിക്കുന്നത്? അപ്പൊ ചെന്ന് പറയുമ്പോൾ എന്ത് പറയണം? ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അപ്പൊ ഇതിന് നമുക്കൊരു കാര്യത്തിൽ എത്താം. തന്നിരിക്കുന്ന വാചകത്തിൽ യു ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ ഐ ആവും അല്ലെങ്കിൽ വി ആവും. ഒന്നുകിൽ ഐ ആവും അല്ലെങ്കിൽ വി ആവും. ഇതും കൂടി നമ്മൾ ഓർത്തിരിക്കും. ഐ എന്നുള്ളത് യു എന്നാണ് ഈ വി വരാൻ കാരണം. നിങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്നുള്ളത് കുറച്ചധികം പേര് ഒരുമിച്ചാണ് പറയണമെന്ന് വിചാരിക്കും, എല്ലാവരെയും ഉദ്ദേശിച്ച്. അതുകൊണ്ടാണ് വി വരാൻ കാരണം എന്ന് പറഞ്ഞത്. യെസ്, ഇത് നമ്മളൊന്ന് ഓർത്തിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ അത് ഐ എന്നുള്ളത് ഹിയോ ഷിയോ ആവും,
യു എന്നുള്ളത് ഐയോ അല്ലെങ്കിൽ ബിയോ ആയിട്ട് മാറും. യെസ്, ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. യെസ്, ഹർഷ TV. യെസ്, അപ്പൊ ഹർഷനോട് ഒരാൾ പറയണം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരാളെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആളിപ്പോ നമുക്ക് ആൾക്കാര് രാമൻ എന്ന് പറയണേ. രാമൻ പറയാൻ, രാമൻ ഹർഷനോട് പറഞ്ഞാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ കേട്ട കാര്യം ഹർഷ വീട്ടിൽ ചെന്നിട്ട് ഹർഷയുടെ ചേച്ചിയോട് പറയും. അപ്പൊ എന്തു പറയും? രാമൻ പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. അങ്ങനെ പറയണോ? രാമൻ പറഞ്ഞു അവൻ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞു. ഏതാണ് ശരി? ആദ്യം പറഞ്ഞതാണോ രണ്ടാമത് പറഞ്ഞാണോ ശരി? രണ്ടാമത്തേണ് ശരി. അല്ലെങ്കിൽ അർത്ഥം മാറും. യെസ് അല്ലേ? ഓക്കെ ഓക്കെ, അല്ലെങ്കിൽ അർത്ഥം മാറിപ്പോ. ഇപ്പോ ഹർഷ വീട്ടിൽ ചെന്ന് പറയാണ് രാമൻ പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. അപ്പൊ ഹർഷ ചേച്ചിയെ സ്നേഹിക്കുന്ന പോലെ. അതല്ല രാമൻ ഉദ്ദേശിച്ചത്. രാമൻ സ്നേഹിക്കുന്ന എന്നെ തന്നെ പറഞ്ഞത്. അപ്പൊ എന്ത് വേണം? രാമൻ പറഞ്ഞു അവൻ എന്നെ സ്നേഹിക്കുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞു. ഇത് തന്നെ ഇതിന്റെ അകത്തൊരു കേസ്. യെസ്, ഒരു സ്ഥലത്ത് നിന്ന് കേട്ട കാര്യം അതുപോലെ നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലുള്ള മാറ്റങ്ങൾ അതിനകത്ത് വരും. അതാണ് ഞാൻ നേരത്തെ ബിൻസിയോട് പറഞ്ഞത്. ഭർത്താവ് പോയപ്പോ നമ്മളോട് പറഞ്ഞൊരു കാര്യം നമ്മളത് വേറൊരാളോട് പറയുമ്പോൾ വേറൊരു രീതി വ്യത്യാസം. ചെറിയ അല്ല, ഹി ലവ്ഡ് മീ, ലവ്ഡ് കേട്ടാ ഫസ്റ്റ്. കാരണം എന്നോട് നേരിട്ടല്ലേ പറഞ്ഞത്. യെസ്, ഇത് ഞാൻ പറയാൻ ചെറിയ ക്ലാസ്സിൽ നമ്മള് പണ്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊരു വാചകമാണ്. ക്ലാസ്സില് ടീച്ചർ പഠിപ്പിക്കുകയാണ്. ചെറിയ ക്ലാസ്സിലാണ്. ടീച്ചർ ബോർഡിൽ എഴുതി മൈ ഹെഡ്, എന്റെ തല. പിന്നെ ടീച്ചർ ഇത് പല പ്രാവശ്യം പറഞ്ഞു, മൈ ഹെഡ്, എന്റെ തല, മൈ ഹെഡ്, എന്റെ തല. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞു, കുട്ടി വീട്ടിൽ പോയി. പിറ്റേ ദിവസം കുട്ടി ഇത് വായിക്കുകയാണ്. മൈ ഹെഡ്, ടീച്ചറിന്റെ തല, മൈ ഹെഡ്, ടീച്ചറിന്റെ തല. കാരണം ടീച്ചർ ഇന്നലെ ക്ലാസ് എടുത്തപ്പോ എന്താ പറഞ്ഞത്? എന്റെ തലയെന്ന് ടീച്ചറല്ലേ പറഞ്ഞു. അപ്പൊ ടീച്ചറിന്റെ അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? മൈ ഹെഡ്, ടീച്ചറിന്റെ തല എന്ന് വായിക്കുക. യെസ്, ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോ അച്ഛൻ വന്നു. അച്ഛൻ വന്നിട്ട് അച്ഛൻ പറഞ്ഞു മോളെ നീ തെറ്റാണ് വായിക്കുന്നത്. മൈ ഹെഡ് ടീച്ചറിന്റെ തല എന്നല്ല, മൈ ഹെഡ് എന്റെ തല. അച്ഛൻ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പോയി. അച്ഛൻ പോയപ്പോ കുട്ടി വീണ്ടും വായിച്ചു തുടങ്ങി മൈ ഹെഡ്, അച്ഛന്റെ തല. അച്ഛൻ അല്ല എന്റെ തല എന്ന് പറഞ്ഞത്, മൈ ഹെഡ്, അച്ഛന്റെ തല എന്ന് വായിച്ചു തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം അതിലൂടെ ആര് വരുന്നു? അമ്മ വരുന്നു. അമ്മയ്ക്ക് മനസ്സിലായി മകള് വായിക്കുന്നത് തെറ്റാണ്. അപ്പോ അമ്മ വന്നിട്ട് പറഞ്ഞു മോളെ മൈ ഹെഡ് എന്ന് പറഞ്ഞാല് അച്ഛന്റെ തലയല്ല, എന്റെ തല. ഓഹോ, അപ്പൊ അമ്മയുടെ തലയാണല്ലേ. അപ്പൊ അവൾ എന്ത് ചെയ്യുന്നു? മൈ ഹെഡ്, അമ്മയുടെ തല എന്ന് വായിക്കും. അതായത് നീണ്ടു പോകുന്നുണ്ട്, പോകട്ടെ. യെസ്, അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് കേട്ട കാര്യം അതുപോലെ തന്നെ നമ്മൾ പറയരുത്, ചെറിയൊരു മാറ്റം. യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. യെസ്, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മറന്നു പോവാതിരിക്കുക. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് നോക്കാം. അത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ എങ്ങോട്ട് മാറ്റി ചെയ്തേക്കണം? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി. അതാണ് എൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ നേരെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി ചെയ്തത്. അത്രയുള്ള എൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതുകൊണ്ട് അടുത്ത് നോക്കാം, പിന്നീട് നോക്കാം. ഓരോന്നും നമുക്ക് കൃത്യമായിട്ട് പോകാം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ എങ്ങോട്ട് മാറ്റണം? സിമ്പിൾ പാസ്റ്റിലേക്ക്. അപ്പൊ ഇവിടെ എന്ത് വരും നോക്കി? ഷീ സെറ്റ് ഐ ലവ് ഇന്ത്യ. ഷീ ടോൾഡ് ദാറ്റ്. ടോൾഡ് ദാറ്റ്, ഷീ ടോൾഡ് ദാറ്റ്. ഐ എന്ന് പറഞ്ഞാല് ഷീ എന്ന് തന്നെയല്ലേ? അപ്പോ ഷീ ലവ്ഡ് ഇന്ത്യ. ഷീ ലവ്ഡ് ഇന്ത്യ.
അതാണ് എന്റെ കറക്റ്റ് ആൻസർ. ഷീ ടോൾഡ് ദാറ്റ് ഷീ ലവ്ഡ് ഇന്ത്യ. ഓക്കെ, ഞാൻ വേറൊരു വാചകം പറയാം. ഹി സെഡ് യു ഈറ്റ് ചിക്കൻ ബിരിയാണി. അതാണ് വാചകം. ഓക്കെ, ഹി സെഡ്, ഈ ഇവിടെ കോമന്റ് എഴുതിയാണ് യു ഈറ്റ് ചിക്കൻ ബിരിയാണി. നീ ചിക്കൻ ബിരിയാണി കഴിക്കുന്നു. ഷക്കീല, ഇത് നമുക്കൊന്ന് മാറ്റാൻ പറ്റൂ? ഇൻവേർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്നത് യു ഈറ്റ് ചിക്കൻ ബിരിയാണി. യെസ്, അപ്പൊ ഇൻവേർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം എന്താണ്? ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അതിനെന്ത് ചെയ്യണം? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പൊ അവനാണ് പറയുന്നത് നീ ചിക്കൻ ബിരിയാണി കഴിക്കുന്നു. അപ്പൊ നീ എന്ന് പറയുന്ന അയാള് വേറെ ആരോട് പറയുമ്പോൾ എന്ത് പറയും? അവൻ പറഞ്ഞു ഞാൻ ചിക്കൻ ബിരിയാണി കഴിച്ചു. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഹി ടോൾഡ് ദാറ്റ്. ഐ ഈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ate, ate. I ate chicken biryani. I ate chicken biryani. പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൊണ്ട് വാചകം പറയാം, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും നോക്കാം. യെസ്, എഴുതിക്കോളൂ. She said. She said. ഇനി ഇവിടെ കോമൺ ആകുന്നത് I study STUDY. I study English poem. I study English poem. അടുത്തത് boys said. BOYS. Boys said. ഇനി ഇവിടെ കോമന്റ് എഴുതുക. We play PLAY. We play cricket. Cricket in the evening. We play cricket in the evening. യെസ്, കണ്ടോളൂ, ചെയ്യാൻ പറ്റും നോക്കി. ഓക്കെ ബിൻസി.
ഓക്കെ ബിൻസി കറക്റ്റ്. ഓക്കെ അർച്ചന. യെസ്, രണ്ടാമത്തെ ബോയ്സ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ എന്റെ ആൻസർ ഒന്ന് വായിക്കാം. ഷീ സെറ്റ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് ബോയ്. അപ്പൊ അതിന്റെ ആൻസർ ഷീ ടോൾഡ് ദാറ്റ് ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് ബോയ്. അടുത്തത് ബോയ് സെറ്റ് വി പ്ലേ ക്രിക്കറ്റ് ഇൻ ദ ഈവനിങ്. എന്നൊക്കെ ആൺകുട്ടികൾ പറഞ്ഞു ഞങ്ങൾ വൈകിട്ട് ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പൊ അത് കേൾക്കുന്ന ഒരാൾ ഇന്ന് വേറൊരാളോട് പറയുമ്പോ ആൺകുട്ടികൾ പറഞ്ഞു അവർ വൈകിട്ട് ക്രിക്കറ്റ് കളിക്കുന്നു. ബോയ്സ് ടോൾഡ് ദാറ്റ് ദേ പ്ലേഡ് ക്രിക്കറ്റ്. പ്ലേ എന്നുള്ളതിന്റെ പാസസ് ക്രിക്കറ്റ് ഇൻ ദി ഈവനിങ്. അടുത്തത് ഷീ സെറ്റ്. ഇനി ഇവിടെ കൊമേറ്റ് I study STUDY. I study my MY. Notes NOTES notes. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം. I study my notes. അടുത്ത they set. They set SAID set. ഇവിടെ കൊമേലി we use 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 our 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 mobiles MOBILES. Yes, very good. Okay, Harsha. Okay, Srilashmi. Okay, Srilashmi. Okay, Harsha. Yes, Binsi. Correct. Yes, Shakila. Correct. Yes. അപ്പൊ നിങ്ങൾ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. അതിന്റെ ആൻസർ ഞാൻ ഒന്ന് പറയുകയാണ്. ഷീ സെറ്റ് അവൾ പറഞ്ഞു ഐ സ്റ്റഡി മൈ നോട്ട്. ഞാൻ എന്റെ നോട്ടാണ് പഠിക്കുന്നത്. ഓക്കെ അർച്ചന. അല്ല ഷീ ആയിരുന്നു ഷീ ടോട്ട്. അപ്പൊ നമുക്ക് പറയാം കേട്ടിട്ട് എന്ത് പറയും? അവള് പറഞ്ഞു അവൾ അവളുടെ നോട്ടാണ് പഠിക്കേണ്ടത്. അപ്പൊ മൈ എന്നുള്ളത് എന്റെ എന്നുള്ളത് ഒന്നില്ലെങ്കിൽ അവളുടെ ആക്കണം,
ആണായിരുന്നെങ്കിൽ അവന്റേത്. അപ്പൊ അത് ഒന്നില്ലെങ്കിൽ ഹിസ്സാവും അല്ലെങ്കിൽ ഹെയറാവും. അത് ഓർമ്മയുണ്ടാവും. മൈ എന്നുള്ളത് ഹിസ്സോ ഹെയറോ ആവും. യെസ്. അപ്പൊ അതിന്റെ ആൻസർ ഷീ ടോൾഡ് ദാറ്റ് ഷീ സ്റ്റഡീഡ്. ഓക്കെ ഹർഷ. ഷീ സ്റ്റഡീഡ് ഹെയർ നോട്ട്സ്. ഹെയർ നോട്ട്സ്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു they said we use our mobiles. ഞങ്ങൾ ഓക്കെ ഷക്കീല, ഞങ്ങൾ ഞങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കുന്നു. അത് കേൾക്കുന്ന ആൾ എന്ത് പറയും? അവര് പറഞ്ഞു അവർ അവരുടെ മൊബൈൽ ഉപയോഗിക്കുന്നത്. അപ്പോ അവർ എന്നുള്ളത് എന്താവും? ദയർ. THEIR ദയർ. അവരുടേതാവും. അപ്പൊ നമുക്ക് പറയാം they told that they used USED their mobiles. They used their mobiles. അടുത്ത് they said ഇൻവെർട്ടഡ് കോമയില് we love our country. We love our country. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. We love our country. അടുത്തത് he said ഇൻവെർട്ടഡ് കോമ എഴുതുക. you work work in a bank. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. you work in a bank എന്നുള്ളത് ഇൻവെർട്ടഡ് കോമ ആക്കുക. അടുത്തത് he said you love LOVE. You love your mother. You love your mother. Yes, മൂന്നെണ്ണം. Yes, Betsy, correct. Okay, Harsha, correct. Yes, Srilashmi, correct. Yes, Shakila, correct. Yes, Archana, correct.
യെസ്, ബിൻസി കറക്റ്റ്. അല്ല ബിൻസി, യെസ്. ലക്ഷ്മി വർക്ക് എന്ന് പറയുന്നത് പ്രസൻസ്, വർക്ക്. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റിയത് വർക്ക്. ആ അവിടെ അർച്ചന ആ ഹി എന്നുള്ളത് ഐ എന്ന് മാറ്റിയാൽ മതി. ഓക്കെ, നിങ്ങൾ ബാങ്കിൽ ജോലി ചെയ്യുന്നു. ആ നിങ്ങൾ ചെന്ന് വേറെ ആളോട് പറയുമ്പോൾ എന്ത് പറയും? അവൻ പറഞ്ഞു ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു. യെസ്. ഓക്കെ ശ്രീലക്ഷ്മി, ഓക്കെ അർച്ചന. ഷക്കീല, ആ ഹി വർക്ക് എന്നുള്ളതിന് പകരം ഐ വർക്ക് ഇടുന്നാക്കാം. ഐയോ വിയോ ആക്കാം. യു എന്നുള്ളത് ഐ അല്ലെങ്കിൽ വി ആയിട്ട് മാറുമ്പോൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ പറ്റിയത്. യെസ്. യെസ്. ഒരു കാര്യം ശ്രദ്ധിക്കും, യുവർ അല്ലേ, യുവർ എന്നുള്ളത് മയ്യർ. നോക്കിയേ, അവൻ പറഞ്ഞു യു ലവ് യുവർ മദർ, നീ നിന്റെ അമ്മയെ സ്നേഹിക്കുക. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പറയും? അവൻ പറഞ്ഞു ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കണം. യെസ്. അപ്പൊ യുവർ എന്നുള്ളത് എന്താവും? മയ്യർ. മൈന്ന് വന്നാലും കുഴപ്പമില്ല, അവർ എന്ന് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഐ ലവ്ഡ് മൈ മദർ. അങ്ങനെയല്ലേ, യു അല്ല വന്നേക്കണേ, വേറെ ആളോടല്ല പറയണേ. അപ്പൊ അയാൾ എന്ന് വേറെ ആളോട് പറയുമ്പോ ഐ എന്ന് വരും. ഐ ലവ്ഡ് മൈ മദർ എന്നാക്കാം, അല്ലെങ്കിൽ വി ലവ്ഡ് അവർ മദർ എന്നാക്കാം. ഓക്കെ അർച്ചന, ഐ ലവ്ഡ് എന്നാക്കണം. ഐ ലവ്ഡ്, ഹീ ലവ്ഡ് എന്നായിപ്പോയി, ഐ ലവ്ഡ് എന്നാക്കാം. ഓക്കെ സക്കീല, ശരിയാണ്. യെസ് ഹർഷ, കറക്റ്റ് ആണ്. അപ്പൊ ഞാനൊന്ന് മൂന്നാമത്തിലാണ് മിക്കവരും തെറ്റിയത്. അപ്പൊ ഞാൻ മൂന്നാമത്തെ ഒന്ന് വായിക്കാം. യെസ്, ഹീ സെറ്റ്, അവൻ പറഞ്ഞു. ഓക്കെ, നോക്കിയേ, അതാണ് വായിക്കണേ കേട്ടോ. നോക്കിയ ഹർഷ, ഹീ സെറ്റ്, അവൻ പറഞ്ഞു യു ലവ് യുവർ മദർ. ഹീ എന്ന് പറഞ്ഞ ഒരാള്, യു എന്ന് പറയുമ്പോ ആരോടാണ് പറയുന്നത്? ഹർഷനോട് പറയാം. യു ലവ് യുവർ മദർ, നീ നിന്റെ അമ്മയെ സ്നേഹിക്കുക. ഹർഷ എന്നിട്ട് വേറെ ആളോട് പറയുമ്പോ എന്താ പറയാ? അവൻ പറഞ്ഞു ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കണം. അപ്പോ ആ യു എന്നുള്ളത് എന്തായി? ഐ ആയി. അത് കഴിഞ്ഞതിന് ശേഷം ആ യുവർ എന്നുള്ളത് എന്തായി? മൈ ആയി. ഇനി ഹർഷയും ഹർഷയുടെ രണ്ട് സഹോദരിമാരും കൂടി നിൽക്കുമ്പോഴാണ് പറയണത് നിങ്ങൾ നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കണം. അവിടെ നിങ്ങൾ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉദ്ദേശിച്ചത്. അപ്പൊ ആ യു എന്നുള്ളതിന് പകരം അവിടെ എന്ത് ചെയ്യണം? വി ഉപയോഗിക്കണം.
he told that we loved our mother. മൈ എന്നുള്ളത് മാറ്റിയിട്ട് ഒന്നിൽ കൂടുതലായതുകൊണ്ട് അവർ മദർ. യെസ്, ഓക്കെ. അത് അപ്പൊ മൈ യുവർ എന്നൊക്കെ വരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ അത് പറഞ്ഞു നോക്കിയാൽ മതി, അത് കറക്റ്റ് ആവും. യെസ്. ഇനി സംശയം ഉണ്ടെങ്കിൽ സാക്ഷി ചോദിക്കാം കേട്ടോ. യെസ്. സോ ഐ ആസ്ക് യു സം വൊക്കാബുലറി ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇതിന്റെ ബാലൻസ് കുറച്ചില്ല ചോദിക്കാം. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞത് 3 ലെറ്ററിൽ ഉള്ള വേർഡ് ആയിരിക്കണം ആൻസർ എന്ന് പറഞ്ഞത്. 3 ലെറ്ററിലുള്ള വേർഡ്. യെസ്. അപ്പൊ അതില് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഒരു മീനിങ് പറയുക, അതിന്റെ 1 വേർഡ് നിങ്ങൾ പറയുന്നത്. ഫ്രോസൺ വാട്ടർ. FROZEN. ഫ്രോസൺ വാട്ടർ. ശ്രീലക്ഷ്മി, ബിന്ദു സത്യൻ, ഹർഷ. ശ്രീലക്ഷ്മി, ബിന്ദു സത്യൻ, ഹർഷ. കറക്റ്റ് ആണ്. ദ ആൻസർ ഈസ് ഐസ്. അപ്പൊ ഐസ് എന്ന് പറയുമ്പോഴും 3 ലെറ്ററുള്ളൂ. നെക്സ്റ്റ്, കളർ ലിക്വിഡ്. LIQUID. കളർ ലിക്വിഡ് ഫോർ റൈറ്റിംഗ്. ഷക്കീല, ശ്രീലക്ഷ്മി, പിന്നെ ആരായിരുന്നു? ഷക്കീല, ശ്രീലക്ഷ്മി, പിന്നെ ഒരാളുടെ ഉണ്ടായില്ലേ? ഹർഷ അല്ലേ? യെസ്, കറക്റ്റ് ആൻസർ ആണ്. യെസ്, ദാറ്റ് ഈസ് ഇങ്ക്. അടുത്തും ഒരു എക്സ്പ്ലനേഷൻ ആണ്. നിങ്ങൾ എന്റെ പണ്ടിപ്പായിട്ട് പറയാം. എ thin, THIN, thin piece of, piece in the spelling PIECE, piece. A thin piece of metal with a sharp end, END, and a round head on the other side. A round head on the other side. A thin piece of metal with a sharp end and a round head at the other side. ഇത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഒന്നുകൂടി ഒന്ന് ശരിയാക്കാൻ പറ്റുമോ ഹർഷ? Three lectures ആണ്. 3 lectures. ഓക്കെ സുരേഷ്, 3 lectures ആണ്. ഇത് ശ്രീലക്ഷ്മി ഉപയോഗിച്ചിട്ടുള്ള സംഗതിയാണ്. സാരിയൊക്കെ കൊടുക്കുമ്പോഴാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. ഇനി കൂടുതൽ പറയാൻ പറ്റില്ല. ശ്രീലക്ഷ്മി, ഹർഷ, പിന്നെ ആരായിരുന്നു? ശ്രീലക്ഷ്മി, ഹർഷ, പിന്നെ ആരായിരുന്നു? ഉണ്ടായില്ലേ? ഷക്കീല. യെസ്, ഓക്കെ. പിന്നെ ഇതിലും കൂടുതൽ ക്ലൂ എനിക്ക് ഇടാനായിട്ട് പറ്റില്ല. യെസ്, ഓക്കെ 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 ഓക്കെ. പെൻ എന്ന് പറഞ്ഞു, പിന്നാണ് റൗണ്ട് ഹെഡ് എന്ന് പറഞ്ഞു. യെസ്. അടുത്തതും ഒരു
മീനിങ് ആണ് ഞാൻ പറയുന്നത്. അതിന്റെ വൺ വേർഡ് ആണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു മീനിങ് ആണ്, വൺ വേർഡ്. അറ്റ് ദി പ്രസന്റ് ടൈം ഓർ മൊമെന്റ്, MOMENT, അറ്റ് ദി പ്രസന്റ് ടൈം ഓർ മൊമെന്റ്. ശ്രീലക്ഷ്മി, ഹർഷ, ബിന്ദു. ശ്രീലക്ഷ്മി, ഹർഷ, ബിന്ദു. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ഷക്കീല, ബിൻസി. നൗ, ഇപ്പോൾ പ്രസന്റ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നൗ. അടുത്തത് എ, ചോദ്യത്തിന്റെ ലെങ്ത് ആണ്, നോക്കിയാൽ മതി. എ carnivorous wild animal. A carnivorous wild animal. Proverbial for its cunning nature. CUNNING. Cunning nature. A carnivorous wild animal. Proverbial for its cunning nature. ആ അനിമലിന്റെ പേര്. അതൊരു കണ്ണിങ് നേച്ചർ അല്ല. പൂച്ചനെയൊക്കെ നമ്മൾ പെറ്റായിട്ടല്ല പറഞ്ഞത്. ഇത് കാടുകളിലൊക്കെ ഉള്ളതാണ്. കണ്ണിങ് ആണ്. കണ്ണിങ് എന്ന് പറയുമ്പോ അതിന്റെ പേര് പറഞ്ഞത് കുശാഗ്ര ബുദ്ധി ഇല്ലേ? ശ്രീലക്ഷ്മി, ഹർഷ, ബിന്ദു സത്യം. ശ്രീലക്ഷ്മി, ഹർഷ ആൻഡ് ബിന്ദു സത്യം. കറക്റ്റ് ആൻസർ ആണ് അർച്ചന. ബിൻസി, കറക്റ്റ് ആൻസർ ആണ് ഫോക്സ് ആണ്. ഫോക്സ് കറക്റ്റ് ആൻസർ. അടുത്തത് ശ്രദ്ധിച്ചു കേൾക്കുക, ലെങ്ത് ആണ് ചോദ്യം മാത്രം. To move, MOVE, move. Your head, HEAD, head. Up and down. To move your head up and down. To show, SHOW, to show agreement, AGREEMENT. To move your head up and down. To show agreement. Yes അല്ല. ഒന്നുകൂടി പറയാം. To move, MOVE, move your head up and down. To show agreement. Up and down or side to side, അങ്ങനെയല്ല ആയിക്കോട്ടെ. To show agreement. To move your head up and down, side to side. അതിന് ഒരു പേരുണ്ടല്ലോ, തലയാട്ടുക എന്നുള്ളൊരു പേരില്ലേ? തലയാട്ടുക. യെസ്. ഇനിയൊരു ക്ലൂ പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയാം. ആദ്യത്തെ ലെറ്റർ N ആണ്. N. N is the first letter.
ഏതാണ്ട് തലയാട്ടുക, തലകുലുക്കുക എന്നുള്ള അർത്ഥം വരുന്ന ഒരു വേർഡാണ്. എന്നാണ് ഫസ്റ്റ് ലെറ്റർ. യെസ്, ശ്രീലക്ഷ്മി. എന്താ പിന്നെ എത്ര പറയാൻ താമസിച്ച? ശ്രീലക്ഷ്മി, ഹർഷ, അർച്ചന. ശ്രീലക്ഷ്മി, ഹർഷ, അർച്ചന. അർച്ചന നേരത്തെ വന്നിട്ടില്ല അല്ലേ? യെസ്, കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഇസ് നോട്ട്. യെസ്. അടുത്തത് വെരി സിമ്പിൾ. ദ ഓർഗൻ, ORGA, ഓർഗൻ ഫോർ ഹിയറിംഗ്, HEARING. ശ്രീലക്ഷ്മി, ബിൻസി, ഹർഷ. ശ്രീലക്ഷ്മി, ബിൻസി. ബിൻസി നേരെ വന്നിട്ടില്ല അല്ലെ? ബിൻസി ആൻഡ് ഹർഷ. യെസ്, ദ ആൻസർ ഈസ് ഇയർ, ചെവി. കറക്റ്റ് ആൻസർ. യെസ്. ഒരു പൊസിഷനാണ് ഉദ്ദേശിച്ചത്, ഒരു അവസ്ഥ. സംതിങ് ആഫ്റ്റർ ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ. സംതിങ് ആഫ്റ്റർ ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ. യെസ്, വെരി ഗുഡ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, ഹർഷ, ബിന്ദു, സത്യൻ. ശ്രീലക്ഷ്മി, ഹർഷ ആൻഡ് ബിന്ദു, സത്യൻ. യെസ്. ഒരു ചോദ്യം കൂടി ചോദിക്കാം. ചോദ്യം ഇതാണ്. കമ്പൈൻ, COMBIN, കമ്പൈൻ ടു തിങ്സ്